നാടിനെ നടുക്കി തിരുവനന്തപുരത്ത് കൂട്ടക്കൊല. വെഞ്ഞാറമൂട് തേന്മലയിലാണ് 23കാരൻ 5 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതിയുടെ വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലാണ് പ്രതിയുടെ അമ്മ. ഈ അമ്മ ഉൾപ്പെടെ 6 പേരെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിലെത്തി വെഞ്ഞാറമൂട് സ്വദേശിയായിട്ടുള്ള അഫാൻ പോലീസിനെ അറിയിച്ചത്. ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 5 കൊലപാതകങ്ങൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യം. പ്രതിയുടെ അമ്മയുടെ ആരോഗ്യനിലയും അത് ഗുരുതരമായി തുടരുന്നു എന്നാലും നാടിനെ നടുക്കിയ പൂർണ്ണമായും തിരുവനന്തപുരത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് വരുന്നത്. വി വിനോദാണ് വിവരങ്ങൾ നൽകുന്നത്. വിനോദ്, ഈ പ്രതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരത്തിൽ കൊലപാതകത്തിന്റെ വിവരങ്ങൾ ഒന്നൊന്നായി പറയുമ്പോൾ മാത്രമാണോ, അത് പലയിടങ്ങളിലായി നടത്തിയ കൊലപാതകമാണ്, എന്നിട്ട് പോലും മറ്റാരും കണ്ടില്ല എന്നാണോ അതുവരെ പോലീസ് അന്വേഷിക്കുന്നത് വരെ? തീർച്ചയായും ഇത് സമീപവാസികൾ അറിയുമ്പോൾ ഈ 3 പേരെ ആക്രമിക്കുന്ന അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം, അവിടെ 2 പേരാണ് കൊല്ലപ്പെടുന്നത്. ഏറ്റവും ഒടുവിലാണ് ഈ പ്രതിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കൃത്യം നടക്കുന്നത്. അതിനു മുൻപ് 2 ഇടങ്ങളിലായി കൊലപാതകങ്ങൾ നടത്തിയിരുന്നു. ആദ്യം കൊലപ്പെടുത്തിയത് പിതാവിന്റെ അമ്മയെയാണ്. പിന്നീട് യശൻപുരത്തെത്തി ബന്ധുക്കളെ കൊലപ്പെടുത്തുന്നു. അത് പിതാവിന്റെ ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്. അവരെ 2 പേരെയും അവിടെ കൊലപ്പെടുത്തുന്നു. പെൺസുഹൃത്തും 13 വയസ്സുള്ള സഹോദരനുമാണ് തൊട്ടു പിന്നാലെ സ്വന്തം വീട്ടിൽ കൊല ചെയ്യപ്പെട്ടത്. അവിടെ മാതാവ് ഷെമിയെയും ആക്രമിക്കുന്നു. ഷെമി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഈ 5 കൊലപാതകത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും സാമ്പത്തിക പ്രയാസം മൂലം ഉള്ള കൃത്യം എന്ന കാര്യം പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ പ്രതിയുടെ മൊഴി അത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. പോയി കണ്ടു, ബോഡി കണ്ടിട്ടാ വരുന്നത്. കണ്ടിട്ടാ വരുന്നത്. സംശയം നമുക്കാരും നെറ്റിയിൽ ഇങ്ങനെ ഹോളുണ്ട് 2 പേരുടെ. പെൺകുട്ടിയുടെ മാരകമായ സ്ഥിതി, മുഖത്തൊക്കെ മാരകമായ പരിക്കും. അമ്മയ്ക്കും നെറ്റിയിൽ ഈ ഡാമേജ് ആണ്, ബ്രെയിൻ ഡാമേജ് വന്നിരിക്കുന്നത്. തലയ്ക്ക് മാറി. അനുജൻ സ്പോട്ടിൽ തന്നെ മരിച്ചു. കാര്യം മാരകമായി മുഖത്തെല്ലാം. നമ്മൾ ആ ബോഡി കണ്ടാൽ തന്നെ അറിയാം, നെറ്റിയിലും ഇവിടെയൊക്കെ. അതറിയില്ല, അത് നമ്മൾ ബോഡി കണ്ടില്ല. അത് തലയ്ക്ക് അവിടെ നിന്ന് കിട്ടിയ മെസ്സേജ് അനുസരിച്ച് തലയ്ക്ക് അടി കൊണ്ട് വീണ് കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർക്ക് നല്ല പ്രായമുണ്ട്. അവന്റെ വാപ്പയുടെ അമ്മയാണ്. അല്ല, ഇത് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു ആളല്ല. പിന്നെ അങ്ങനെ വലിയ സുഹൃത്തുക്കളൊന്നും ഇവിടെ ആരും പറഞ്ഞായിട്ട് നമുക്ക് അറിയില്ല. സൈലന്റ് ആയിട്ട് പെൺകുട്ടി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മരിച്ച ലത്തീഫിന്റെ മകൾ അവിടെ ആറ്റുംപുറത്തുനിന്ന് അവിടെ നിന്നും പഞ്ചായത്ത് മെമ്പർ അടക്കം പറഞ്ഞത് അവിടെയൊക്കെ കൂട്ടി ചെന്നു അവരെയൊക്കെ സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ശേഷമാണ് ഈ സംഭവം. ആരും അറിഞ്ഞില്ല ഈ സംഭവം, അറിയില്ല. പ്രണയമായിരുന്നു, ഉണ്ടാണല്ലോ അവിടെ കൊണ്ട് സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നടക്കാതെ ആയിരിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ഒരു തീരുമാനിച്ചുറച്ചതാണ്. കാര്യം ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന് ഇത് 3 ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മണിക്കൂർ പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു. അവൻ പോലീസിനെ അടിച്ചിരുന്നു. മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു, വേറെ കഴിയുമെന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും അറിയില്ല. അങ്ങനെ ഉള്ളതായിട്ടൊന്നും ഇവിടുത്തെ നാട്ടുകാർക്ക് പോലും അറിയില്ല. വേറെ ജനങ്ങളുമായിട്ട് അങ്ങനെ 4 മണിക്ക് ഇവിടെ കണ്ടവരുണ്ട്. 4 മണിയായ സമയത്ത് പയ്യനോട് കണ്ടവരുണ്ട്. 4 മണിക്ക് ഇവിടെ തൊട്ട് അയിലൊക്കെ കണ്ടവരുണ്ട്. വേറെ ഒരു വ്യതിയാനം മുഖത്ത് കാണാനൊന്നുമില്ലെന്നാണ് യാത്ര ചെയ്യിക്കുന്നു. ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് തന്നെ ഒരു തീരുമാനിച്ചുറച്ച് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. അവിടെ താഴെപ്പാങ്ങോട് അവിടെ പോയിട്ട് പിന്നെ ആറ്റുംപുറത്ത് വന്നു. അതും ഒരുപാട് കിലോമീറ്റർ കഴിഞ്ഞ് വന്നാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് 12 കിലോമീറ്റർ കഴിഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ പാപ്പയുടെ ഉമ്മ, രണ്ടാമത് മാമായും മാമി. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വിളിച്ചത്. ജനങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ള പയ്യനല്ല ഇത്. അതുകൊണ്ട് ജനങ്ങൾക്കൊന്നും വലുതായിട്ട് അറിയില്ല. 13 വയസ്സേ ഉള്ളൂ അല്ലേ പയ്യന്? 13 വയസ്സേ ഉള്ളൂ. അവനെ കണ്ട ഒരു തടിയൊക്കെ ഉണ്ട്. പക്ഷേ 13 വയസ്സേ ഉള്ളൂ. ഇവരെ ഉപദ്രവിക്കരുത് ഇവിടെ തടസ്സപ്പെടുത്തിയപ്പോഴാണ് അവനെ ഉപദ്രവിക്കുന്നത്. അപ്പം ഗൾഫിലായിരുന്നു, ഇപ്പോൾ വിദേശത്തായിരുന്നു. ഇപ്പോൾ നാട്ടിലുണ്ട്. ഇല്ല. അയൽവക്കത്ത് പോലും അവർ പറഞ്ഞില്ല. ഇവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴി കൊടുക്കുമ്പോഴാണ് അവൻ വിഷം അടിച്ചെന്നും ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴി കൊടുക്കുമ്പോഴാണ് ഇവ അറിഞ്ഞത്. നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് അവിടെ നിന്നും ഒന്നൊന്നായി ലഭിക്കുന്നത്. എന്നാണ് കൊലപാതകത്തിന് ശേഷമുള്ള ആ സ്ഥലത്തെ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് അത് കണ്ടവർ പറയുന്നു.
അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വെഞ്ഞാറമൂടും പ്രദേശവും. ഇത്രമാത്രം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇത്രയധികം പേരെ കൊന്നു തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊലപ്പെടുത്തിയ പ്രതിയുടെ ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങളാണ് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതൊക്കെ ഇനിയും അന്വേഷിച്ചറിയേണ്ടതുണ്ട്. എങ്കിൽ പോലും വിവിധങ്ങളുടെ പ്രതികരണങ്ങൾ വരുന്നു. ഷംന, ഐശ്വര്യ ഷംന പ്രദേശത്തും ചേരുന്നുണ്ട്. ഷംന, ഈ അവിടെയുള്ളവരൊക്കെ എന്താണ് പറയുന്നത്? ഷംന, ഞാൻ മോഹം മാറ്റിക്കളാം. കാരണം അവൻ എന്നെ കണ്ടു, ഞാനും കണ്ടു. ഞാൻ കൂടെ ശ്രദ്ധിച്ചില്ല. ഹെൽമെറ്റ് ഇല്ലാതെ രണ്ടുപേരും ഹെൽമെറ്റ് ഇല്ലാതെ പോയത്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയത്. രണ്ടുപേരും ഹെൽമെറ്റില്ല. ആദ്യ റോഡിൽ പെട്രോൾ പമ്പിൽ പോയി. എന്താ അറിയില്ല അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇപ്പോഴത്തെ വീടുമായിട്ട് ബന്ധങ്ങളൊന്നും എനിക്ക് അറിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ആശുപത്രി ഞാൻ വരുമ്പോൾ കൊണ്ടുപോയല്ലോ. ഞാൻ ഇവിടെ ഒരാളിനെ എൻ്റെ വൈഫ് വിളിച്ച് പറയുന്നു, ബസ്സിലിരുന്നുണ്ട് 3 ആംബുലൻസ് ഷമീര വീടിൻ്റെ മുമ്പ് കിടക്കുന്നത്, നിങ്ങൾ വല്ല അറിഞ്ഞാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. കാരണം അവൾ ചോദിക്കാൻ ഞാൻ ഇവിടുത്തെ വലിയൊരു ബന്ധമായിരുന്നല്ലോ, എൻ്റെ സൗകര്യമല്ലേ. അതുപോലെ സൗകര്യം എല്ലാവർക്കും ഉണ്ട്, കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. എന്തിന് ഞാൻ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ലെന്നോ. ഞാൻ ഇവിടെ ഒരു സുഹൃത്തിനെ വിളിച്ചു. സുഹൃത്ത് പറഞ്ഞ് അപ്പോൾ സുഹൃത്ത് ജംഗ്ഷനിൽ നിൽക്കുകയാണ്. സുഹൃത്തും അറിഞ്ഞില്ല. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടായി നാസ്ര എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വേറെ പലരും വിളിച്ചു, നാസ്രാക്ക് എവിടേക്കുന്നു, അല്ലെങ്കിൽ നാസ്ര എവിടേക്കുന്നു, പെട്ടെന്ന് പോവാം എന്ന് പറയുന്നതാണ്. ഞാൻ കണ്ടില്ലല്ലോ, കണ്ടുമില്ല, എനിക്കറിയില്ല. എന്താ പെൺകുട്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല. എവിടെയുള്ളതാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു കാരണമില്ല. ഞാൻ നേരിട്ട് എനിക്ക് 2 ദിവസം കണ്ടു, അത്രയും ഒരു ദിവസം കണ്ടു. അതെന്തോ ഒരു ഇതായിട്ട് എനിക്ക് ഹെൽമെറ്റ് 2 പേർക്കും ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് ആളിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ 2 വർഷം വരെയായി. ഞാൻ വരാറില്ല. മറ്റേ എല്ലാ പെരുന്നാളിന് രാവിലെ വരും. എവളെ കൊണ്ടുവന്ന് റഹീമിൻ്റെ വീട്ടിൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വണ്ടി കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അത്ര ഒരു ഇതായിരുന്നു. ഗുരുതരമായിട്ടാണ് പോകുന്നതാണ് അറിവ്. പോലീസിന്റെ റിപ്പോർട്ടും അങ്ങനെയാണ്. അല്ല, എൻ്റേത് മൊഴിയെടുത്ത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മൊഴിയെടുത്തതേ ഉള്ളൂ, അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. മൃതദേഹം കൊണ്ടുപോയല്ലോ. ഇവിടെ ആരുമില്ല. അവര് റഹീമിന്റെ ഉമ്മാണ്. റഹീമിന്റെ ഉമ്മ 80 വയസ്സ് കഴിയും. എനിക്ക് തോന്നുന്നു 80 വയസ്സ് കഴിയും. അവർ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ പഴയ തറവാട് പോലെ കെട്ടിയ വീടും ചാണാൻ മൊഴിയ വീടായി 2 വർഷം മുമ്പ്. പിന്നെ തൊട്ടടുത്ത് മക്കളുണ്ട്. ഇവരാരും വീട്ടിൽ പോയി നിൽക്കില്ല. കാര്യത്തിന് പോയി അപ്പോഴും തന്നെ തിരിച്ചു പോയി. ബന്ധുക്കളാണ്. വലിയച്ഛനും വലിയമ്മ, പിന്നെ അമ്മുമ്മ, ഈ കൊലപ്പെടുത്തിയ പയ്യന്റെ അമ്മുമ്മ, വലിയച്ഛൻ, വലിയമ്മ, അനുജൻ ചേട്ടനും എന്തോ സ്നേഹമാണെന്ന് അറിയാമോ. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, ഒരുമിച്ചിരുന്ന് കെട്ടിപ്പിടി കളിക്കും, എല്ലാം അതായിരുന്നു സംഭവിച്ചെന്നുള്ളത്. ഇനി പെൺകുട്ടിക്ക് വേണ്ടിയോ എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക്. അത്ര സ്നേഹം. ഇവിടുത്തെ മൊഴിയിൽ ആദ്യം പറഞ്ഞത് മാനസിക ബുദ്ധിമുട്ടുണ്ട്, മാനസിക വൈകല്യമുണ്ട് എന്നൊക്കെ പ്രതി പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അത് പ്രതി പറഞ്ഞല്ലേ. നമുക്ക് ഇതുവരെയും അങ്ങനെയൊന്നും ആരും എന്നെ ഇപ്പോഴത്തെ സംഭവങ്ങളൊന്നും എൻ്റെ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞ ഉടനെ എത്തി. ഇല്ല, കണ്ടില്ല. അറിഞ്ഞപ്പം പിന്നെ പുറത്തറിഞ്ഞപ്പോൾ എന്നെ പലരും എന്നെ വിളിച്ചു. കാരണം ഇവിടെ ഒരു ബന്ധം ഉണ്ടായിരുന്നല്ലോ. എൻ്റെ വൈഫ് എന്നെ ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത് വൈഫാണ്. ബസ്സിൽ ഇരുന്നോണ്ട് കണ്ടു. ഇവിടെ ആംബുലൻസ് കിടക്കും, 3 ആംബുലൻസ് കിടക്കുന്നു, നിങ്ങൾ വല്ല അറിഞ്ഞാൽ? ഞാൻ പറഞ്ഞില്ല, അറിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചാണ് എന്ന് പറഞ്ഞു. അവള് ക്യാൻസറാണ്. ഏതാണ്ട് 5.5 വർഷം കഴിഞ്ഞു. നോർമലാണ്, അതൊക്കെ നോർമലാണ്. അതിനെക്കുറിച്ചൊന്നും ദുഃഖങ്ങളൊന്നും ആക്കുമില്ല. ആദ്യം ഒരു പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു പേര് അറിയുമ്പോൾ. പെൺസുഹൃത്ത് എന്ന് വന്നെന്നോ എങ്ങനെ ഉണ്ടായെന്നോ എനിക്കറിയില്ല. ഞാൻ മെനിയാന്ന് കണ്ടു. 2 പേർക്ക് ഹെൽമെറ്റ് ഇല്ല. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആളിനെ തിരിച്ചറിയാൻ പറ്റി. ബന്ധുക്കളല്ലാത്ത ഒരാള് പെൺകുട്ടി മാത്രമാണ്. അതെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ ചേട്ടൻ, ചേട്ടത്തി, അനുജൻ, പെൺകുട്ടി, അന്യൊരു കുട്ടി. എടുത്തുള്ള സീരിയസ്. ബാക്കി വരണം, അവള് വരണം. എന്താണ് കാരണം? അറിയില്ലല്ലോ. അവളും കൂടി വന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും. എന്തോ